തിരുവനന്തപുരത്തെ കാഴ്ചകൾ എങ്ങനെയാണ്? ഈ ആശുപത്രികൾ ഒരുപാടുള്ള സ്ഥലം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക്, RCCയിലേക്ക്, അങ്ങനെ നിരവധി ആശുപത്രികളിലേക്ക് എത്തുന്നവരൊക്കെ ഒരുപാട് വന്നെത്തുന്ന ഒരു കേന്ദ്രം കൂടിയാണ്, തലസ്ഥാന നഗരമാണ്. എങ്ങനെയാണ് പണിമുടക്ക് ബാധിച്ചിട്ടുള്ളത് ജനങ്ങളെ? മോത്തി, ശ്യാം പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഹർത്താലിന്റെ ആ ഒരു സാഹചര്യങ്ങളിലേക്ക് തിരുവനന്തപുരം നഗരം കടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ സാധിക്കും. കാരണം നമ്മൾ മുമ്പേ കണ്ട തിരക്ക് ഇപ്പോൾ ഇല്ല. പലരെയും ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ പോലീസ് തന്നെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങുന്നുണ്ടായിരുന്നു. രാവിലെ ആണെങ്കിൽ നല്ല തോതിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഇറങ്ങുന്നതിന്റെ ഒരു എണ്ണവും കുറഞ്ഞു എന്ന് തന്നെ പറയാൻ സാധിക്കും. റോഡുകൾ വിജനമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ചിലർക്കൊക്കെ പോകാൻ വേണ്ടി വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല സേവാഭാരതിയുടെ ആംബുലൻസുകൾ നിലവിൽ നിരത്തിലിറങ്ങുന്നുണ്ട്. ആശുപത്രിയിലേക്ക് പോകേണ്ട ആളുകൾക്ക് അതുപോലെ തന്നെ ജീവനക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ആംബുലൻസുകൾ ഇറങ്ങി. നമുക്കറിയാം, പല ആശുപത്രികളിലേക്ക് പോകേണ്ട ജീവനക്കാർ രാവിലെ ഇവിടെ നിരന്നു നിൽപ്പുണ്ടായിരുന്നു. അവരെയൊക്കെ തന്നെ ഇത്തരം സേവാഭാരതിയുടെ വലിയ ആംബുലൻസുകളിലും അല്ലെങ്കിൽ ചെറിയ മിനി വാഹനങ്ങളിലും ഒക്കെ ആയിട്ട് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓട്ടോറിക്ഷകൾ നിരത്തിലിറങ്ങുന്നുണ്ട്. പിന്നെ ചെറിയ ടാക്സി സർവീസുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അധിക ദൂരത്തു നിന്ന് വന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. കാരണം ബാംഗ്ലൂരിൽ നിന്നും ഈ പറഞ്ഞ പോലെ ചെന്നൈയിൽ നിന്നുമൊക്കെ തിരുവനന്തപുരത്തേക്ക് വന്നിറങ്ങിയ ആൾക്കാർക്ക് വീട് കുറച്ച് ദൂരെ ആയിട്ടുള്ളവർ എങ്ങനെ പോകുമെന്നറിയാതെ രാവിലെ വളരെയധികം ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അന്യസംസ്ഥാനമായി പോയി വന്നുപെട്ടു. ഇനി എങ്ങനെയെങ്കിലും എത്തേണ്ടിടത്ത് എത്തിയേ മതിയാകൂ. അതിനെന്തെങ്കിലും സംവിധാനം ഇവർക്കൊക്കെ ലഭ്യമാകുമെന്ന് വിചാരിക്കാം.